2025 ഡിസംബർ 22 സിറാജ് എഡിറ്റോറിയൽ 25.72 ലക്ഷം വോട്ടർമാർ പുറത്ത്, ദുരൂഹത ബാക്കി. എന്യൂമറേഷൻ ഘട്ടത്തിൽ ഫോറം സമർപ്പിക്കുന്ന എല്ലാവരെയും കരട് പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും അർഹതപ്പെട്ടവർ ആരും പുറത്താകില്ലെന്നുമുള്ള പ്രഖ്യാപനത്തോടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിൽ SIR തീവ്ര വോട്ടർ പട്ടിക പരിശോധന ആരംഭിച്ചത്. എന്നാൽ SIR നടപടികൾ അവസാനഘട്ടത്തിലെത്തി നിൽക്കെ സംസ്ഥാനത്ത് 25.72 ലക്ഷം വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. മരണപ്പെട്ടവർ, സ്ഥിരമായി താമസം മാറിപ്പോയവർ, ഇരട്ടിപ്പ് കണ്ടെത്താൻ സാധിക്കാത്തവർ, എന്യൂമറേഷൻ ഫോറം ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റാത്തവർ എന്നിവരാണ് പട്ടികയിൽ ഇടം പിടിക്കാത്തതെന്നും SIRൽ ക്രമക്കേടുകളില്ലെന്നുമാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ CEO രത്തൻ യു ഗേൽക്കറിന്റെ വിശദീകരണമെങ്കിലും വൻ ക്രമക്കേടുകൾ ആരോപിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ. ശനിയാഴ്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത പാർട്ടി പ്രതിനിധികൾ ഇക്കാര്യം തെളിവുസഹിതം ചൂണ്ടിക്കാട്ടിയപ്പോൾ CEOക്ക് മറുപടിയുണ്ടായില്ല. BLOമാർ നൽകിയ ഫോറം കൃത്യമായി പൂരിപ്പിക്കുകയും അത് ഡിജിറ്റലൈസ് ചെയ്യുകയും BLOമാരിൽ നിന്ന് ഫോറം പൂരിപ്പിച്ചു നൽകിയതിന്റെ രസീത് കൈപ്പറ്റുകയും ചെയ്ത നിരവധി വോട്ടർമാർ പുറത്തായിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു മതി കേരളത്തിൽ SIR എന്ന് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ രാഷ്ട്രീയ കക്ഷികൾ ശക്തമായി ആവശ്യപ്പെട്ടിട്ടും അതവഗണിച്ച് തിരക്കുപിടിച്ചു നടത്താനുള്ള ശ്രമത്തിൽ ശരിയായ പരിശീലനം ലഭിക്കാത്ത BLOമാരെ നിയമിച്ചതാണ് അപാകതയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്രഖ്യാപിച്ച സമയത്തിനകം എല്ലാം പൂർത്തിയായെന്ന് കോടതിയെ ബോധിപ്പിക്കാനായി എന്യൂമറേഷൻ നടപടി വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് BLOമാരിൽ സമ്മർദ്ദം ചെലുത്തിയതും വിനയായി. BLOമാർ വോട്ടർമാരുടെ വീടുകളിൽ എത്തി വിവരങ്ങൾ ശേഖരിക്കണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശമെങ്കിലും സ്കൂൾ പോലുള്ള പൊതുസ്ഥലങ്ങളിൽ ആളുകളെ വിളിച്ചുകൂട്ടി ഫോറം വിതരണം ചെയ്യുകയായിരുന്നു ചില BLOമാർ. ഫോറം പൂരിപ്പിക്കാനും ഡിജിറ്റലൈസേഷനും BLOമാർക്ക് ആവശ്യമായ പരിശീലനവും സാങ്കേതിക സഹായവും ലഭ്യമാക്കുമെന്ന കമ്മീഷന്റെ പ്രഖ്യാപനവും പാലിക്കപ്പെട്ടില്ല. മതിയായ പരിശീലനത്തിന്റെ കുറവ് പ്രകടമായിരുന്നു പലയിടങ്ങളിലും. വേണ്ടത്ര അന്വേഷണവും പരിശോധനയും കൂടാതെ BLOമാർ കണ്ടെത്താനായില്ല എന്ന് രേഖപ്പെടുത്തിയ കേസുകൾ നിരവധിയാണ്. താൽക്കാലികമായി ബന്ധുവീട്ടിലും വാടക വീട്ടിലും താമസിക്കുന്നവരെ കണ്ടില്ല, തിരിച്ചറിഞ്ഞില്ല എന്ന കോളത്തിൽ ചേർത്തി ഒഴിവാക്കിയതായും പറയപ്പെടുന്നു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലടക്കം ദശാബ്ദങ്ങളായി തുടർച്ചയായി വോട്ട് ചെയ്ത വോട്ടർമാർ വരെയുണ്ട് കണ്ടെത്താനാകാത്തവരിൽ. BJPക്ക് സ്വാധീനമുള്ള വാർഡുകളിൽ പാർട്ടി പ്രവർത്തകർ BLOമാരെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ടർമാരെ ഒഴിവാക്കിയതായും പരാതിയുണ്ട്. പുറത്തായവരിൽ 22.62% ഈ മണ്ഡലങ്ങളിലാണെന്നത് യാദൃശ്ചികമാകാനിടയില്ല. SIRൽ ഏറ്റവും കൂടുതൽ പേർ പുറത്തായത് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തെത്തിയ ഈ മണ്ഡലത്തിൽ നിന്ന് മൊത്തം വോട്ടർമാരുടെ 28% പുറത്തുപോയി. വട്ടിയൂർക്കാവും നേമവും കഴക്കൂട്ടവുമാണ് കൂടുതൽ വോട്ടർമാർ പുറത്തുപോയ മറ്റു മണ്ഡലങ്ങൾ. BJP ഒന്നാമതെത്തിയ മണ്ഡലങ്ങളാണ് ഇവ മൂന്നും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയിലെ സുരേഷ് ഗോപി വിജയിച്ച തൃശൂരിലെ 7 മണ്ഡലങ്ങളിൽ 6ലും പുറത്തായ വോട്ടർമാരുടെ എണ്ണം കൂടുതലാണ്. സംസ്ഥാനാടിസ്ഥാനത്തിൽ ഒരു ബൂത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ ശരാശരി എണ്ണം 50 ആണെങ്കിൽ BJP ലീഡ് ചെയ്ത മണ്ഡലങ്ങളിൽ ഇതിന്റെ പല മടങ്ങ് കൂടുതൽ വരും. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ 138ാം ബൂത്തിൽ 1200 വോട്ടർമാരിൽ 700 പേരും കണ്ടെത്താനാകാത്തവരാണ്. സ്ഥലം മാറിപ്പോയവരും അജ്ഞാത വോട്ടർമാരും BJPക്ക് കൂടുതൽ വോട്ടുള്ള മണ്ഡലങ്ങളിൽ മാത്രം കൂടുതൽ വന്നതെന്തുകൊണ്ടെന്ന ചോദ്യത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകേണ്ടതുണ്ട്. BJP മാത്രമാണ് ഒഴിവാക്കപ്പെട്ടവരെക്കുറിച്ച് കമ്മീഷൻ മുമ്പാകെ പരാതിപ്പെടാത്തതെന്ന വസ്തുതയും ഇതോട് ചേർത്തു കാണേണ്ടതുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട പ്രവൃത്തിയാണ് എന്യൂമറേഷൻ. മതിയായ പരിശീലനം, ഡിജിറ്റൈസ് പരിജ്ഞാനം, വീടുകളിൽ ചെന്ന് നേരിട്ട് സ്ഥിരീകരണം, സുതാര്യവും ശക്തവുമായ പരാതി നിവാരണ സംവിധാനം തുടങ്ങിയവയെല്ലാം ആവശ്യമാണ് എന്യൂമറേഷന്. രാഷ്ട്രീയ താൽപര്യങ്ങൾ
കൂടാതെ നിഷ്പക്ഷമായി നിർവഹിക്കുകയും വേണം. വീട്ടിൽ പോകാതെ വീട്ടിൽ ഇല്ലെന്നും കൃത്യമായ അന്വേഷണം നടത്താതെ കണ്ടെത്താനായില്ലെന്നും രേഖപ്പെടുത്തലും പേരിലോ വിലാസത്തിലോ കാണപ്പെടുന്ന നിസ്സാര പിഴവുകൾ കാരണം അപേക്ഷ നിരസിക്കലും പൗരന്മാരുടെ ഭരണഘടനാപരമായ അവകാശത്തെ നിഷേധിക്കുന്ന ഗുരുതര പ്രശ്നമാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു പൗരന്റെ പേര് നീക്കം ചെയ്യുമ്പോൾ ഇല്ലാതാകുന്നത് കേവലം ഒരു പേരല്ല, ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പൗരന്റെ അതീവ പ്രാധാന്യമുള്ള അവകാശമാണ്. വീട്ടിൽ പോകാതെ വീട്ടിൽ ഇല്ലെന്നും കൃത്യമായ അന്വേഷണം നടത്താതെ കണ്ടെത്താനായില്ലെന്നും രേഖപ്പെടുത്തലും പേരിലോ വിലാസത്തിലോ കാണപ്പെടുന്ന നിസ്സാര പിഴവുകൾ കാരണം അപേക്ഷ നിരസിക്കലും പൗരന്മാരുടെ ഭരണഘടനാപരമായ അവകാശത്തെ നിഷേധിക്കുന്ന ഗുരുതര പ്രശ്നമാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു പൗരന്റെ പേര് നീക്കം ചെയ്യുമ്പോൾ ഇല്ലാതാകുന്നത് കേവലം ഒരു പേരല്ല, ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പൗരന്റെ അതീവ പ്രാധാന്യമുള്ള അവകാശമാണ്. വോട്ടർ പട്ടികയുടെ ശുദ്ധിയാണ് ജനാധിപത്യത്തിന്റെ ശുദ്ധി. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പുവരുത്താൻ കൈക്കൊള്ളുന്ന നടപടികൾ സംശയത്തിലായാൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെയും ജനാധിപത്യത്തിന്റെയും വിശ്വാസ്യത നഷ്ടമാകും.